സ്ക്രീൻ കാണാമോ? Yes, ma'am. Okay, very good morning to all. Yes. Under chapter 3, patient rights and responsibility. Module 6 patient rights and responsibility. Chapter 3. Patient rights and responsibilities. Good morning. Yes. The codes of ethics of medical and nursing council define the duties of the doctors and nurses towards patients. These duties form the basis of patient rights. എന്താണ് patient rights and responsibilities എന്ന് പറയുന്നത്? എന്താണ് code of ethics എന്ന് പറയുന്നത്? അറിയാമോ code of ethics എന്താണ്? ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും പേഷ്യൻസിനോടുള്ള ഒരു ഡ്യൂട്ടീസ് ആണ് നമ്മൾ എന്താ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് അല്ലെ. അതായത് കോഡ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ നമുക്കൊരു കോഡ് ഓഫ് എത്തിക്സ് പറയുന്നുണ്ട് അല്ലെ. മെഡിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രകാരം കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതാണ് എത്തിക്സ് എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് ആ മെഡിക്കൽ പ്രൊഫഷണൽസുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ബിഹേവിയർ ആണ് പേഷ്യൻസിനോട് വരുന്നത്, ഏത് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അവർ പാലിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് മെഡിക്കൽ കോഡ് ഓഫ് എത്തിക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പേഷ്യന്റ് റൈറ്റ്സ് എന്ന രീതിയിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? Code of Ethics of Medical and Nursing Council define the duties of the doctors and nurses towards the patients. അതായത് ഡോക്ടേഴ്സിനും അതേപോലെ നേഴ്സുമാർക്കും പേഷ്യൻസിനോടുള്ള ഡ്യൂട്ടീസ് ആണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്.
Thus, these duties form the basis of patient rights. അതുപോലെ പേഷ്യൻസിന്റെ അവകാശങ്ങൾ ഇതൊക്കെയാണ്. പേഷ്യൻസിന് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടോ? അല്ലെ, നല്ല രീതിയിലുള്ള ചികിത്സ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയ മുതൽ അവസാനം ഡിസ്ചാർജ് ആവുന്നത് വരെ എന്താണ് പേഷ്യൻസിന് കുറച്ച് റൈറ്റ്സുകൾ വരുന്നുണ്ട്. യെസ്, നല്ലൊരു കെയർ കിട്ടുന്നതിന് വേണ്ടി, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന്, നല്ല സ്റ്റാഫുകളുടെ ബിഹേവിയർ കിട്ടുന്നത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതൊക്കെ എന്താണ് റൈറ്റ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ഒക്കെ നമുക്ക് എന്തിൽ പറയാം? പേഷ്യൻസിന്റെ റൈറ്റ്സ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, right to personal dignity and to receive care without any form of stigma and discrimination, accommodating and respecting their special needs such as spiritual and cultural preferences, right to confidentiality about their medical condition, right to personal dignity and to receive care without any form of stigma and discrimination. ഏത് റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്? റൈറ്റ് ടു പേഴ്സണൽ ഡിഗ്നിറ്റി. വ്യക്തിപരമായിട്ടുള്ള അന്തസ്സിനും അതേപോലെ തന്നെ എന്താണ് വിവേചനപൂർവ്വമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു കളങ്കമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ചികിത്സ ലഭിക്കുക എന്നുള്ളത് അവരുടെ ഫസ്റ്റ് റൈറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇതാണ് റൈറ്റ് ടു പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് ടു റിസീവ് കെയർ വിത്തൗട്ട് എനി ഫോം ഓഫ് സ്റ്റിഗ്മ. സ്റ്റിഗ്മ മീൻസ് എന്തെങ്കിലും കളങ്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനും കാണാതെ, ഡിസ്ക്രിമിനേഷൻ വിവേചനങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ്സ് ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? പേഷ്യൻസിന് കൊടുക്കേണ്ടതുണ്ട്. അത് അവരുടെ പ്രധാന റൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. അവരുടെ അന്തസ്സിന് മറ്റു യാതൊരു കേടുപാടുകളും വരാതെ എന്താണ് നല്ല ചികിത്സകൾ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ചികിത്സ വ്യക്തിപരമായിട്ട് നേടാനുള്ള ഒരു അവകാശം പേഷ്യൻസിനുണ്ട്. ഓക്കെ, മനസ്സിലായോ ആ ഒരു പോയിന്റ്? Accommodating and respecting their special needs such as spiritual and cultural preferences. ഇനി മാത്രമല്ല, ഈ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. എന്താണ്? അക്കോമഡേറ്റിംഗ് ആൻഡ് റെസ്പെക്ടിങ് ദിയർ സ്പെഷ്യൽ നീഡ്സ്. അതായത് നമ്മൾ പേഷ്യൻസിന് കുറച്ച് സ്പെഷ്യൽ നീഡ്സ് വരുന്നുണ്ട്. അത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. സ്പിരിച്വൽ ആയിട്ടും കൾച്ചറൽ പ്രിഫറൻസസിന് നമുക്ക് അവരുടെ സ്പെഷ്യൽ നീഡ്സ്, അത് പ്രത്യേക കുറെ ആവശ്യങ്ങളുണ്ട് നഴ്സസിന് അല്ലെങ്കിൽ പേഷ്യൻസിന്. എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഫസ്റ്റ് വൺ നമുക്ക് പറയാം ഇൻഡിവിജ്വലൈസ്ഡ് കെയർ കിട്ടും അല്ലെ. ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആണ്. അതായത് പേഷ്യൻസിന് മാത്രമുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വലി കെയർ ചെയ്തുകൊണ്ടുള്ള ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ ഉണ്ടായിരിക്കണം. അതായത് സ്പെഷ്യൽ നീഡ്സിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. നമുക്ക് നമ്മളും അങ്ങനെയല്ലേ, ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അവർ കെയർ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തോടെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ അതാണ് ഒരു ഫസ്റ്റ് സ്പെഷ്യൽ നീഡ്സ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ എന്തൊക്കെ സ്പെഷ്യൽ നീഡ്സ് പേഷ്യൻസിന്റെ വരാം? നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് അതല്ലേ. ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ഡോക്ടേഴ്സിൽ നിന്ന് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. അതും സ്പെഷ്യൽ നീഡ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്, കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട്സ്. പിന്നെ എന്തൊക്കെ വരാം? നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ കെയർ ചെയ്യണം അല്ലെ. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം നമ്മളെ പരിചരിക്കേണ്ടത്. അത് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ നീഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും അറിയാത്ത സ്റ്റാഫുകളാണെങ്കിൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും തരത്തിലും മോശമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കെയർ ലഭിക്കാത്തത്, ബെറ്റർ കെയർ ലഭിക്കാത്തത്. അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ കൂടെ ഉണ്ടാവുന്നത് കുറച്ചുകൂടി നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ സിറ്റുവേഷൻ തരുന്നതാണ്. പിന്നെ ആക്സസിബിലിറ്റി ഓഫ് ഫെസിലിറ്റീസ്, നല്ല ഫെസിലിറ്റീസ് നമുക്ക് ലഭ്യമായിരിക്കും അല്ലെ. അത് നമ്മുടെ സ്പെഷ്യൽ നീഡ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആക്സസിബിലിറ്റീസ് ഓഫ് ഫെസിലിറ്റീസ്, നല്ല സൗകര്യം, വാർഡിലായാലും റൂംസിലാണെങ്കിലും എന്താണ് ഒരു പേഷ്യന്റിന് വേണ്ട എല്ലാ ആവശ്യകതകളും ലഭ്യമാകുന്ന തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിൽ കൂട്ടാവുന്നതാണ്? പേഷ്യൻസിന്റെ സ്പെഷ്യൽ നീഡ്സ് ആയിട്ട് നമുക്കിത് പറയാവുന്നതാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാനുകൾ, സ്പെഷ്യൽ നീഡ്സിൽ പറയുന്നതാണ് കേട്ടോ. ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ, ആക്സസിബിൾ ഫെസിലിറ്റീസ്, ആക്സസിബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസുകൾ, അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട്സ് ആയിട്ട് ട്രെയിൻഡ് സ്റ്റാഫുകൾ.
ഓക്കെ, ഇതെല്ലാം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേക ആവശ്യകതകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോ ഈ അവരുടെ വ്യക്തിപരമായ ഡിസ്ക്രിമിനേഷൻ കൂടാതെ ഉള്ളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ എല്ലാ സ്പെഷ്യൽ നീഡ്സും കൂടി അതിന്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ദർ മെഡിക്കൽ കണ്ടീഷൻ. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? അടുത്ത റൈറ്റ്സ് എന്താണ്? റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ദർ മെഡിക്കൽ കണ്ടീഷൻ. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി? റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? Right to confidentiality about their medical condition. അതായത് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ, ഒരു രോഗിയുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയെ കുറിച്ചിട്ടുള്ള കണ്ടീഷൻ, ആ മെഡിക്കൽ കണ്ടീഷൻ വളരെ എങ്ങനെയായിരിക്കണം? വളരെ സെക്യൂർഡ് ആയിരിക്കണം, ഒരു രഹസ്യാത്മക സ്വഭാവമുള്ള രീതിയിൽ നമ്മളത് മറ്റാൾക്കാർ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം ആ ഒരു റൈറ്റ്സ് അവിടെ സൂക്ഷിക്കേണ്ടത്, അല്ലെ? ആ ഒരു രോഗാവസ്ഥയെ കുറിച്ച് മറ്റാരുള്ളത് നമ്മളെ വിവരിക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ ഏത് രോഗിയുടേതായാലും എന്താണ് അവരുടെ രോഗാവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ വളരെ സീക്രട്ട് ആയിട്ട് വെക്കേണ്ട ഒരു കാര്യം, അല്ലെ? വളരെ കോൺഫിഡൻഷ്യാലിറ്റിയോട് കൂടി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് എന്ത്? മെഡിക്കൽ കണ്ടീഷൻസ് മറ്റാരും പറയാനായിട്ട് പലരും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ആ റൈറ്റ്സ് അവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? റൈറ്റ്സ് ടു പേഴ്സണൽ dignity and to receive care without any form of stigma and discrimination. അതായത് വ്യക്തിപരവും അന്തസ്സിന് എതിരായിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് വിവേചനങ്ങളൊന്നുമില്ലാത്ത രീതിയിലായിരിക്കണം അങ്ങനെയുള്ള ഒരു കെയർ ആയിരിക്കണം പേഷ്യൻസിന് കിട്ടേണ്ടത്. അതിനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. പിന്നെന്താണ്? അത് മാത്രമല്ല അവരുടെ സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ സ്കിൽസിൽ ആയിട്ടും കൾച്ചറൽ ആയിട്ടുള്ള അവരുടെ പ്രിഫറൻസുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണോ അത് നേടിയെടുക്കാനുള്ള റൈറ്റ്സ് കൂടി ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ട്, അല്ലെ? മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള റൈറ്റ്സും ആർക്കുണ്ട്? പേഷ്യൻസിന്റെ പ്രധാന റൈറ്റ്സുകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനി നമ്മള് പേഷ്യന്റ് റൈറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് റൈറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കെയർ ബേസിസിൽ, then confidentiality and dignity, information basis, then preferences and right to redress. നമുക്ക് ആദ്യം നോക്കാം കെയർ. യെസ്, ഫസ്റ്റ് വരുന്നത് കെയർ. അത് പരിചരണവുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ റൈറ്റ്സുകളാണ് പേഷ്യൻസിനുള്ളത്. ഫസ്റ്റ് പോയിന്റ്, patient have a right to receive treatment irrespective of their type of primary and associated illness, socio-economic status, age, gender, sexual orientation, religion, caste, cultural preferences, linguistic and geographical origins or political affiliations. ഫസ്റ്റ് കെയറിൽ വരുന്ന റൈറ്റ്സ് എന്താണ്? പേഷ്യന്റ് ഹാവ് ടു റൈറ്റ് ടു റിസീവ് ട്രീറ്റ്മെന്റ്. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നേടാനായിട്ട് എല്ലാ പേഷ്യൻസിനും അവകാശമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു രോഗി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ രോഗി ഏത് റിലീജിയനുള്ളതാണെന്ന് നമ്മൾ നോക്കുമോ? ഏത് കാസ്റ്റിലുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസിൽ നിന്നാണ് ആള് വരുന്നത്, അല്ലെങ്കിൽ എന്ത് അസുഖമാണ്, അല്ലെങ്കിൽ ആ അസുഖത്തിന് ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ പേഷ്യൻസിനെ നോക്കുന്നത്? ഒരിക്കലല്ല. അപ്പൊ ഈ ഒരു കാരണങ്ങളൊന്നും തന്നെ എന്താണ് പേഷ്യൻസിന്റെ ചികിത്സയെ നിഷേധിക്കുന്നില്ല. അതായത് ഏതൊരു അസുഖം ആയിക്കോട്ടെ, പിന്നെ അസുഖത്തിന് ഇവിടെ ചികിത്സ ഇല്ലാന്ന് ആരും പറയില്ല. എന്താണെങ്കിലും രോഗി വരുന്ന സമയത്ത് എന്താണ് നമ്മള് പരിചരിക്കാനായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് എല്ലാ ഹോസ്പിറ്റൽ സംവിധാനങ്ങളിലും അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, നമുക്ക് പാവപ്പെട്ടവനോ പണമുള്ളവനാണോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും അല്ല. അതേപോലെ ഏജ് നോക്കാറില്ല, ജെൻഡർ നോക്കാറില്ല, സെക്ഷൽ ഓറിയന്റേഷൻ നോക്കാറില്ല, ആണാണോ പെണ്ണാണോ ബൈസെക്ഷൽ ആണോ ഒന്നും നമ്മൾ നോക്കില്ല. ഓക്കെ, അപ്പൊ ഇവയൊന്നും നോക്കാതെയാണ് രോഗിക്ക് ചികിത്സ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല, ഇതിന്റെ ബേസിസില് നമ്മൾ അവകാശം ചികിത്സ നിഷേധിക്കാനായിട്ട് പാടുള്ളതാണ്. അപ്പൊ ഇവയൊന്നും നോക്കാതെ തന്നെ രോഗിക്ക് ചികിത്സ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ
അവരുടെ ചികിത്സക്ക് നിഷേധമാകുന്നൊന്നുമല്ല. ഓക്കെ, patient have a right to receive treatment irrespective of the type of primary associated illness. അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തരം സിറ്റുവേഷനിൽ വരുന്ന പേഷ്യന്റ് ആണെങ്കിലും, ഏത് തരം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പേഷ്യന്റ് ആണെങ്കിലും, ജെൻഡർ ആയാൽ പോലും എന്താണ് അവർക്ക് ഒരേപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു റൈറ്റ്സ് പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായത് ഫസ്റ്റ് പോയിന്റ്. Then second one, right to be heard to his or her satisfaction without the doctor interrupting before completion of narrating their entire problematic concerns. Right to be heard to his or her satisfaction without the doctor interrupting before completion of narrating their entire problematic concerns. എന്താ അവിടെ സൂചിപ്പിക്കുന്നത്? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗത്തെ കുറിച്ച് നമുക്കൊരു ആശങ്ക ഉണ്ടാവും അല്ലെ, എന്താണെന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മള് ഡോക്ടറിനോടാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അപ്പൊ അത് ചോദിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അല്ലെ. നമ്മുടെ രോഗാവസ്ഥയെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ, അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താണ് ഇപ്പൊ എന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാനായിട്ട് ആരോടാണ് നമ്മൾ ചോദിക്കുന്നത്? ആരോടായിരിക്കും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത്? നമ്മള് ഡോക്ടേഴ്സിനോടാണ് അല്ലെ. അത് ചോദിക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലംസ്, നമ്മുടെ അസുഖത്തിന്റെ തീവ്രത എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള റൈറ്റ്സ് വളരെ, അതായത് രോഗിയുടെ ആശങ്കകള്, പ്രശ്നങ്ങൾ എന്നിവ ഡോക്ടറിന് മുന്നിൽ വളരെ സംതൃപ്തിയോടെ വിവരിക്കാനുള്ള അവകാശവുമായിട്ടുണ്ട്. അതായത് ഡോക്ടറിനെ ഇന്റർപ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് ഡീറ്റെയിൽസ് അറിയണം അല്ലെ. നമ്മൾ എന്താണ്, ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഏത് കണ്ടീഷനാണ്, നമുക്ക് ആരോട് ചോദിക്കാനാണ്? കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ആരോട് ചോദിക്കണം? ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് ചോദിച്ചറിയാനുള്ള റൈറ്റ്സ് മാർക്കുണ്ട്, പേഷ്യൻസിനുണ്ട്. ഓക്കെ, യെസ്. അടുത്തത്, എക്സ്പെക്ടേഷൻ ഫ്രം ദ ഡോക്ടർ ടു റൈറ്റ് പ്രിസ്ക്രിപ്ഷൻ legibly and explain to the patient the details on dosage, does and do not, generic options for the medicines. അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? എക്സ്പെക്ടേഷൻ ഫ്രം ദ ഡോക്ടർ ടു റൈറ്റ് പ്രിസ്ക്രിപ്ഷൻ legibly and explain to the patient the details on dosage, do's or do nots and generic options for the medicines. നമ്മുടെ ഡോക്ടേഴ്സ് എഴുതി തന്നെ കുറിപ്പുകൾ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്? ഡോക്ടേഴ്സ് എഴുതുന്ന കുറിപ്പുകൾ മനസ്സിലാവാറില്ല അല്ലെ? ഓക്കെ, അല്ല മെഡിക്കൽ ടേംസിലാണ് എഴുതുന്നത്. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാവും, പക്ഷെ പേഷ്യൻസിന് അത് എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവുകയേ പോലില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. അതായത് എന്തിനെ കുറിച്ചിട്ടാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, അത് മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും പ്രിസ്ക്രിപ്ഷൻസ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം അത് പ്രിസ്ക്രിപ്ഷൻസ് എഴുതേണ്ടത്. മാത്രമല്ല അത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം? പ്രിസ്ക്രിപ്ഷൻസിൽ എന്താണ്, ഏതൊക്കെ മരുന്നുകൾ ഏതൊക്കെ സമയത്താണ് കഴിക്കുന്നതെന്ന കാര്യങ്ങളായിരിക്കും വ്യക്തമായിട്ട് അതിൽ സൂചിപ്പിക്കേണ്ടത്. ഇനി ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഡോസേജിനെ കുറിച്ചുള്ള, മരുന്നിന്റെ മെഡിക്കേഷന്റെ ഡോസേജ് എത്രത്തോളം ഉണ്ട്, ഇനി ഏതാണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ എന്താണ് ജനറിക് ഓപ്ഷൻസ് ഫോർ ദ മെഡിസിൻ. എന്താണ് ജനറിക് ഓപ്ഷൻസ് ഫോർ ദ മെഡിസിൻ എന്ന് പറയുന്നത്? ജനറിക് ഓപ്ഷൻസ് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളായിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നല്ല ബ്രാൻഡിന്റെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് പറഞ്ഞു തരും. അതോടെ തന്നെ എന്താണ് അഫോർഡബിൾ പ്രൈസസിലായിരിക്കും അല്ലെ, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസസിലുള്ള മരുന്നുകളായിരിക്കും ചെയ്യും. ബ്രാൻഡഡ് ആയിരിക്കും അല്ലെ, ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയും ആയിരിക്കും. പക്ഷെ എന്താണ് സാധാരണക്കാർക്ക് വാങ്ങിക്കുന്ന രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിസിൻസ് ആയിരിക്കും. പിന്നെ എന്താണ് അത് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ അല്ലെ. ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത്, ജനറിക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ആര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം? ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അത് പേഷ്യൻസിന് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. താൻ കഴിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഡോസേജ് ഉണ്ട്, ഏതൊക്കെയാണ് എപ്പോഴാണ് കഴിക്കുന്നത്, ഏതൊക്കെ കഴിക്കരുത് എന്നുള്ള വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ആര് കൊടുക്കേണ്ടതുണ്ട്? ഡോക്ടേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. അതൊരു പ്രധാന റൈറ്റ്സ് തന്നെ അല്ലെ. ഇപ്പൊ നമ്മളുടെ ആശങ്കകൾ മാറുന്നു
അല്ലെങ്കിൽ നമുക്കൊരു പേടിയായിരിക്കും ഓരോ പൊടികൾ ഓരോ മെഡിസിൻസ് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് ഇത് എങ്ങനെ കഴിക്കണം കഴിക്കാമോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവോ എന്നൊക്കെ നമുക്കൊരു പേടിയുണ്ടല്ലേ മരുന്നുകൾ തരുന്ന സമയത്ത്. അപ്പോൾ ഡോക്ടേഴ്സ് വ്യക്തമായിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന സമയത്ത് നമുക്ക് എന്താണ് കാര്യകാരണങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് പേഷ്യൻസിന്റെ റൈറ്റ്സ് ആയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എക്സ്പെക്ടേഷൻ ഫ്രം ദ ഡോക്ടർ ടു റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ ലെജിബിൾ. എഴുതി കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയുമായിരിക്കണം, വ്യക്തമായിട്ട് മനസ്സിലാവുന്നതുമായിരിക്കണം. പിന്നെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിൽ ഉണ്ടായിരിക്കണം. ഡോസേജസിനെ കുറിച്ചിട്ടും ഡോസ് ആൻഡ് ഡോസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്, മനസ്സിലായോ പോയിന്റ്? We have to be provided with information and access on whom to contact in case of an emergency. We have to be provided with information and access on whom to contact in case of an emergency. എന്താണ് പറയുന്നത്? ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ വരുന്ന സമയത്ത് ആരെയാണ് കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത്, ആരുമായിട്ടാണ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവിടെ കിട്ടേണ്ടതുണ്ട്. എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് വരുന്ന രോഗികൾക്ക് ആരുമായിട്ടവിടെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, എവിടേക്കാണ് പോകേണ്ടത്, ആരൊക്കെയാണ് കാണേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല എന്താണ് കറക്റ്റ് ടൈമിൽ തന്നെ എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ചികിത്സ ലഭിക്കുകയാണ്. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ ലഭ്യമാകണം എന്നുള്ള കാര്യങ്ങളെ പറ്റി ഇതൊക്കെ എന്താണ് പേഷ്യൻസിന് ചോദിച്ചറിയാനുള്ള അവകാശങ്ങളുണ്ട്. ഓക്കെ, യെസ്, ഹാവ് ടു ബി പ്രൊവൈഡഡ് വിത്ത് ഇൻഫർമേഷൻ. അതാകുമ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എമർജൻസി സിറ്റുവേഷൻസിൽ എവിടെയാണ് വരേണ്ടത്, കാഷ്വാലിറ്റി വരുന്ന സമയത്ത് ഫസ്റ്റ് ചാർട്ട് എടുക്കേണ്ടത് എവിടെയാണ്, അല്ലെങ്കിൽ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ഏത് നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത്, ഏത് റിസോഴ്സസ് ഒക്കെയാണ് അവർക്ക് അവൈലബിൾ ആയിട്ട് വേണ്ടത്, കൃത്യ ടൈമിൽ എങ്ങനെയാണ് പരിചരണം കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്താണ് പേഷ്യൻസിന് അവിടെ റൈറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, യെസ്, മനസ്സിലായോ? നമ്മള് സെക്കൻഡ് പോയിന്റോ പറയാട്ടോ. അതുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്, കേരള പേഷ്യന്റ് ഹാവ് ദ റൈറ്റ് ടു റിസീവ് ട്രീറ്റ്മെന്റ് റെസ്പെക്റ്റീവ് ഓഫ് ദർ ടൈപ്പ് ഓഫ് പ്രൈമറി ആൻഡ് അസോസിയേറ്റഡ് ഇൽനസ്. പേഷ്യൻസിന് എന്താണ് മറ്റു കാരണങ്ങളൊന്നും തന്നെയൊന്നും ചികിത്സ നിഷേധിക്കാനായിട്ട് പാടുള്ളതല്ല, അല്ലെ? എന്ത് കാരണമായിക്കോട്ടെ, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് നോക്കിയല്ല, ഏജ് നോക്കിയല്ല, ജെൻഡർ നോക്കിയല്ല, അതൊന്നും നോക്കിയിട്ടല്ല പേഷ്യൻസിന് ചികിത്സ കൊടുക്കേണ്ടത്, അല്ലെ? പേഷ്യൻസിന് രോഗമായിട്ട് വരുന്ന പേഷ്യൻസിന് ചികിത്സ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമാണ്. ചികിത്സ നേടുക എന്നുള്ളത് പേഷ്യൻസിന്റെ റൈറ്റ്സ് ആണ്. ഓക്കെ, മറ്റു കാരണങ്ങളൊന്നും തന്നെ അതിന് ബാധകമല്ല. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്, right to be here to his or her satisfaction without the doctor interrupting before completion of narrating their entire problematic concerns. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്, രോഗിയുടെ ആശങ്കകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്നിവ ഡോക്ടേഴ്സിന് മുമ്പിൽ സംതൃപ്തിയായിട്ട് വിവരിക്കാനുള്ള അവകാശമുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിട്ട്, അതായത് നമുക്ക് ചില പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ രോഗം എന്താണെന്ന് അറിഞ്ഞാലും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനായിട്ട്, കണ്ടീഷൻ മോശമാണോ എന്താണെന്ന് അറിയുന്നത് നമുക്കൊരു പേടിയായിരിക്കും, അല്ലെ? അപ്പൊ ഡോക്ടറിന്റെ മുന്നിൽ നമ്മൾ ഒരുപാട് കാര്യം ചോദിക്കും. ഡോക്ടർ ഇതെങ്ങനെയാണ്, എങ്ങനെ എത്ര നാൾ സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡോക്ടറിനെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാതെ തന്നെ, അല്ലെ? അതായത് ഡോക്ടറിനെ യാതൊരു തടസ്സമില്ലാതെ തന്നെ എന്താണ് നമുക്കത് ചോദിച്ചറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ രോഗാവസ്ഥയുടെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാനുള്ള സിറ്റുവേഷൻ. അതേപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്താണ് അവർ ഒരു റിട്ടേൺ ഫോം, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ ചിലപ്പോൾ ആ റിട്ടേൺ രേഖാമൂലം തന്നെ എഴുതി തരുന്നത് എക്സ്പ്ലനേഷനോട് കൂടി തന്നെ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്താണ് ഡോക്ടേഴ്സ് എഴുതി തരുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് കൂടി ആർക്കുണ്ട്, നമുക്ക് പേഷ്യൻസിനുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ അത്? തേർഡ് പോയിന്റ് എന്താണ്, expectation from the doctor to write the prescription legibly.
ഡോക്ടേഴ്സ് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് എങ്ങനെയുള്ളതായിരിക്കണം? കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്ന സ്ഥലത്തിലായിരുന്നു പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നു. മരുന്നിന്റെ ഡോസേജസിനെ കുറിച്ചിട്ട് മറ്റ് അല്ലെങ്കിൽ ഏത് ജനറിക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണ്, ഏത് ബ്രാൻഡിന്റെ മരുന്നുകളാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്, അതോടൊപ്പം തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുമായി മെഡിസിൻസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കണം? ഡോക്ടേഴ്സ് ആണ്. അങ്ങനെ ചോദിച്ചറിയുന്നതിനുള്ള അവകാശവും പേഷ്യൻസിനുണ്ട്. ഓക്കെ. Then last point, they have to be provided with information access on who to contact in case of an emergency. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് പേഷ്യൻസ് വരുന്ന സമയത്ത് എന്താണ്, എവിടെയാണ്, ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഒക്കെ എവിടെ നിന്നാണ്, ഏത് ടൈമിലാണ്, എപ്പോഴാണ്, ആരെയാണ് കാണുന്നത് നമുക്കൊരു പേടിയാണ് അല്ലെ. ആ ഒരു സമയത്ത് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് തരാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചോദിച്ചറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഹോസ്പിറ്റലാണ് അത് കണ്ടറിഞ്ഞിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. എമർജൻസി സിറ്റുവേഷൻസിൽ എല്ലാവരും വളരെ ടെൻസ്ഡ് ആയിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ആ ഒരു സമയത്ത് എന്താണ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് പറയാനായിട്ട് ഹോസ്പിറ്റലിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതെല്ലാം കെയറിൽ വരുന്നതാണ്. പേഷ്യന്റ് റൈറ്റ്സിന്റെ കെയറിന്റെ ഭാഗത്ത് പരിചരണത്തിന്റെ ഭാഗമായി വരുന്ന റൈറ്റ്സിനെയാണ് ഇപ്പൊ ഈ 4 നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഒന്ന് 4 നോക്കി വായിച്ചു നോക്കൂ. ക്ലിയർ ആണോ? പേഷ്യന്റ് റൈറ്റ്സിന്റെ അടുത്തതായി നോക്കുന്നത് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ആണ് കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ദെയർ മെഡിക്കൽ കണ്ടീഷൻ. വരുന്നത് എന്താണ്? അവരുടെ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട രഹസ്യാത്മകതയുള്ള അവകാശം അല്ലെ. അവരുടെ മെഡിക്കൽ കണ്ടീഷനിൽ പ്രൈവസി ഉണ്ടായിരിക്കുന്നത് മറ്റൊരു ഡോക്ടറോ പേഷ്യന്റോ അല്ലാതെ അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫെസിലിറ്റീസിലുള്ള ആരും അറിയാതെ തന്നെ എന്താണ് സെക്യൂർഡ് ആയിട്ട് വെക്കേണ്ട ഇൻഫർമേഷൻസ് ആണത്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അവരുടെ മെഡിക്കൽ അവകാശവുമായി ബന്ധപ്പെട്ട രഹസ്യാത്മകമായിട്ടുള്ള ഒരു അവകാശം അവർക്ക് പ്രധാനപ്പെട്ടതാണ്. റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ദെയർ മെഡിക്കൽ കണ്ടീഷൻ. ഓക്കെ. Then the second one, right to personal dignity and to receive care without any form of stigma and discrimination. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? റൈറ്റ് ടു പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് ടു റിസീവ് കെയർ വിത്തൗട്ട് എനി ഫോം ഓഫ് സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. യാതൊരു വിവേചനവും മറ്റ് കളങ്കങ്ങളൊന്നും കൂടാതെ തന്നെ എന്താണ് അവരുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അന്തസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുക, ഡിസ്ക്രിമിനേഷൻ ഒന്നും കൂടാതെ തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുക എന്നുള്ളത് അവരുടെ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. യെസ്. അതായത് വ്യക്തിപരമായിട്ടുള്ള അന്തസ്സിന് തടസ്സം വരാതെ യാതൊരു വിവേചനവും കൂടാതെയുള്ളൊരു പരിചരണം സ്വീകരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. ഓക്കെ. മനസ്സിലായോ? വ്യക്തിപരമായിട്ടുള്ള അന്തസ്സിനുള്ള അവകാശം എന്താണ്? ഒരു തരത്തിൽ മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു വിവേചനപൂർവമായിട്ടുള്ള ഒരു പരിചരണം സ്വീകരിക്കാതിരിക്കാനുള്ള റൈറ്റ്സ് പേഷ്യൻസിനുണ്ട്. തേർഡ് വൺ, പ്രൈവസി ഡ്യൂറിംഗ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പ്രൈവസി ഡ്യൂറിംഗ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, അതായത് പരിശോധിക്കുന്ന സമയത്തും ചികിത്സാ സമയത്തും എന്താണ് പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ അവകാശവും അവരുടെ വരുന്നതാണ്. സ്റ്റിഗ്മ മീൻസ് കളങ്കങ്ങൾ, അല്ലെങ്കിൽ കളങ്കം മീൻസ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഒരു ഡിസ്ക്രിമിനേഷൻ മീൻസ് വിവേചനം. കളങ്കം എന്ന് പറയുന്നത് അവരോട് എന്തെങ്കിലും നമ്മൾ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും കാണിക്കാത്ത തരത്തിലായിരിക്കണം അവർക്ക് ചികിത്സ കൊടുക്കേണ്ടത്. അത് അങ്ങനെ പറ്റിക്കാത്ത രീതിയിൽ, കള്ളത്തരമൊന്നും കാണിക്കാത്ത രീതിയിലായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ അവർക്ക് വിവേചനങ്ങളൊന്നും കൊടുക്കുക, ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടൊരു ചികിത്സ അവർക്ക് കൊടുക്കരുത്. അതിലിപ്പോ പാവപ്പെട്ടവനും പണക്കാരെന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഒന്നും ചികിത്സ കൊടുക്കരുത്. എല്ലാവർക്കും ഒരേപോലത്തെ ചികിത്സ എന്താണ്, ഒരു ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ റൈറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ഓക്കെ. അതായത് യാതൊരു കള്ളത്തരങ്ങളോ തട്ടിപ്പോ ഒന്നും കൂടാതെ, വിവേചനങ്ങളോ ഒന്നും കൂടാതെ നല്ലൊരു
അതായത് അവരുടെ വ്യക്തിത്വം അവരുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത്. അവരുടെ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ് പ്രൈവസി ഡ്യൂറിംഗ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് പ്രൈവസി ഡ്യൂറിംഗ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? പരിശോധിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ സമയത്തും എന്താണ് അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവകാശവും പേഷ്യന്റ് റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇപ്പൊ അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇപ്പൊ നമ്മൾ ഒരാൾ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു പേഷ്യന്റ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ചികിത്സിക്കാറുണ്ടോ? ഇല്ല അല്ലേ? യെസ്. അല്ലെങ്കിൽ അകത്ത് നഴ്സും ഡോക്ടറും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ നഴ്സിനെ വരെ മാറ്റി പുറത്ത് നിർത്തിയിട്ടായിരിക്കും ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്നത്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഡോക്ടേഴ്സ് നമുക്ക് ആ ട്രീറ്റ്മെന്റ് തരുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു റൈറ്റ്സ് ആണ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ പ്രൈവസി ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് അവരുടെ അവകാശത്തിൽ പെടുന്നതാണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ അബ്യൂസ് ആൻഡ് നെഗ്ലെക്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ അബ്യൂസ് ആൻഡ് നെഗ്ലെക്ട്. എന്താണ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത്? അതായത് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദുരുപയോഗത്തിൽ നിന്നോ അവഗണനയിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. അല്ലെങ്കിൽ ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ ചിലപ്പോ പല ഫിസിക്കൽ അബ്യൂസിന് ചിലപ്പോൾ വിധേയമായെന്ന് വരാം, നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇൻ കേസ് മോശമായിട്ടുള്ള ബിഹേവിയർ ആരെങ്കിലും ആണെങ്കിൽ ഡോക്ടേഴ്സിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം പല ഇപ്പൊ വരുന്ന ന്യൂസുകളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളതാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം. റേപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പേഷ്യൻസിന്റെ റൈറ്റ്സിൽ ഉൾപ്പെടുന്നത്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഫിസിക്കൽ അബ്യൂസ് ആൻഡ് നെഗ്ലെക്ട്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദുരുപയോഗത്തിൽ നിന്നും അല്ലെങ്കിൽ അവഗണനയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ പേഷ്യൻസിന്റെ അവകാശങ്ങളിൽ പെടുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ റൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നില്ലേ? ഡോക്ടേഴ്സിന്റെ വരെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. യെസ്, പറയുമ്പോൾ റൈറ്റ്സുകളെല്ലാം ഉണ്ട് അല്ലെ, പക്ഷെ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ചില സ്ട്രിക്റ്റർ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കാം, അല്ലാതെ പല സംസ്ഥാനങ്ങളിലൊക്കെ ഇത്ര റൈറ്റ്സുകളൊന്നും കൃത്യമായിട്ട് അവർ പാലിക്കുന്നില്ല. അതിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള റേപ്സും അത്തരത്തിൽ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, യെസ്. Accommodating and respecting their special needs such as spiritual and cultural preferences. ഇനി അടുത്ത അവരുടെ അവകാശം ഉൾപ്പെടുന്നതാണ് accommodating and respecting their special needs such as spiritual and cultural preferences. ഇനി പേഷ്യൻസിന്റെ അന്തസ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അവർക്ക് എന്താണ് അതായത് സ്പെഷ്യൽ നീഡ്സ് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ പ്രിഫറൻസസ് കൂടിയുള്ള സ്പെഷ്യൽ നീഡ്സ്, പ്രത്യേക ആവശ്യകതകളുണ്ട്. ഇപ്പൊ ചില പേഷ്യൻസിന് ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള ആവശ്യങ്ങളുള്ളവരുണ്ടാവും. അഡ്മിറ്റ് ആണെങ്കിൽ ഇപ്പൊ നിസ്കരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പ്രയർ ചൊല്ലുന്നവരുണ്ടാവാം അല്ലെ, അങ്ങനെ ആവശ്യകതകൾ ഉള്ളവരുണ്ടാവാം. അപ്പൊ അവർക്ക് അഡ്മിറ്റ് ആവുന്ന സമയത്ത് അതിനൊക്കെ എന്താണ് അവരുടെ അവരുടെ എന്താ പറയാ അവരുടെ രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അതിപ്പോ അത് ചെയ്യാനുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് പാലിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തവർ നിസ്കരിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രയർ ചൊല്ലാറുണ്ട് അല്ലെ. അപ്പൊ അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് അത് അവരുടെ സ്പെഷ്യൽ നീഡാണ്. അപ്പൊ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതും അവരുടെ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ മറ്റ് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓരോ പേഷ്യൻസിന് ഇൻഡിവിജ്വലൈസ്ഡ് കെയർ കൊടുക്കുക. ആദ്യമേ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലൈസ്ഡ് കെയർ കൊടുക്കുന്ന, അല്ലെങ്കിൽ നല്ല ട്രെയിൻഡ് സ്റ്റാഫുകൾ കൊടുക്കുന്ന ബെറ്റർ കെയർ ഓഫ് ട്രീറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ എന്താണ് അവരുടെ സ്പെഷ്യൽ നീഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം ആവശ്യകതകൾ അനുവദിച്ചു കിട്ടാനുള്ള അവകാശവും പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി എന്ന റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. എന്തൊക്കെയാണ് പറഞ്ഞത്? റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ദെയർ മെഡിക്കൽ കണ്ടീഷൻസ്. അവരുടെ മെഡിക്കൽ കണ്ടീഷനുമായി കുറിച്ചിട്ടുള്ള രഹസ്യാത്മകമായ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു അവകാശം അവർക്കുണ്ട് അല്ലെ. മറ്റൊരാളത് മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് അറിയാൻ പാടുള്ളതല്ല. വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? റൈറ്റ് ടു പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് ടു റിസീവ് കെയർ വിത്തൗട്ട് എനി ഫോം ഓഫ് സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. വ്യക്തിപരമായിട്ടുള്ള അന്തസ്സിനും അവകാശമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള അന്തസ്സ്
മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അതായത് മറ്റൊരു തരത്തിലുള്ള തട്ടിപ്പിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിൽ നിന്ന് എന്താണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് വ്യക്തിപരമായിട്ടുള്ള അന്തസ്സിനുള്ള അവകാശം, അല്ലെങ്കിൽ എന്താണ് മോശമായിട്ടുള്ള പരിചരണം അവർക്ക് ലഭിക്കരുത്, ഒരു ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള പരിചരണം അവർക്ക് ലഭിക്കാൻ പാടില്ല, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ കെയർ മാത്രമായിരിക്കണം പേഷ്യൻസിന് കിട്ടേണ്ടത്. അത് പേഴ്സണൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. പ്രൈവസി ഡ്യൂറിംഗ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, ചികിത്സാ സമയത്തും ട്രീറ്റ്മെന്റിന്റെ സമയത്തും എന്താണ് അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ നെഗ്ലക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ദുരുപയോഗത്തിൽ നിന്ന് അവഗണനയിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അക്കോമഡേറ്റിംഗ് ആൻഡ് റെസ്പെക്ടിങ് ദർ സ്പെഷ്യൽ നീഡ്സ്, എന്താണ് സ്പെഷ്യൽ നീഡ്സിന് നമ്മൾ റെസ്പെക്ട് ചെയ്യുക, കൾച്ചറൽ ആയിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നീഡ്സ് അവർക്ക് ഉണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുക, അത് അനുവദിച്ചു കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ. മനസ്സിലായത്? എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി വരുന്നത് ഇൻഫോർമേഷൻ അല്ലെ. അതായത് എല്ലാ പേഷ്യൻസിനും തന്റെ മെഡിക്കൽ സിറ്റുവേഷൻ എന്താണ്, മെഡിക്കൽ കണ്ടീഷൻ എന്താണ് എന്നതിനെ കുറിച്ച് അറിയാനായിട്ടും മറ്റു വിവരങ്ങൾ അറിയാനായിട്ടുള്ള റൈറ്റ്സ് പറയുന്നുണ്ട്, അവകാശമുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ അറിയാനാണ് പേഷ്യൻസിന് റൈറ്റ്സ് വരുന്നത് നോക്കാം. ഇൻഫോർമേഷൻ ടു ബി പ്രൊവൈഡഡ് ടു പേഷ്യൻസ് ആർ നീഡ് ടു be in a language of the patient's preferences and in a manner that is effortless to understand. ഇൻഫോർമേഷൻ ടു ബി പ്രൊവൈഡഡ്, പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ എന്താണെങ്കിലും പോസ്റ്ററിലാണെങ്കിലോ നമ്മൾ വെർബലി പറയുന്നതാണെങ്കിൽ കൂടി അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ കൊടുക്കുന്നത് ഏത് ലാംഗ്വേജ് ആണെങ്കിൽ കൂടി എന്താണ് എങ്ങനെയുള്ളതായിരിക്കണം, അതായത് എഫേർട്ട്ലെസ് ഇല്ലാതെ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ലാംഗ്വേജിൽ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം പേഷ്യൻസിന് നമ്മൾ പറയേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഗുഡ് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, എഫേർട്ട് ഉണ്ടാകരുത്, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ അവർക്ക് മനസ്സിലാവേം വേണം, വളരെ എഫേർട്ട്ലെസ് എടുത്ത് അവർക്ക് മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ വരരുത്. ഓക്കെ, എഴുതുന്നതാണെങ്കിലും റിട്ടേൺ ഫോമിലാണെങ്കിലും വെർബലാണെങ്കിലും എന്തായിരിക്കും ഗുഡ് ലാംഗ്വേജിലായിരിക്കണം, അവർക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന റൈറ്റ്സിൽ വരുന്നത്? Patients and or their family members have the right to receive the medical problem, prescription, complete information on treatment and procedure details. പേഷ്യൻസിനാണെങ്കിലും അവരുടെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും എന്താണ് പ്രധാനപ്പെട്ട ഒരു റൈറ്റ്സ് ഉണ്ട് അല്ലെ. എന്താണ്, എന്ത് മെഡിക്കൽ പ്രോബ്ലം ആണ്, ഏത് പ്രിസ്ക്രിപ്ഷൻസ് ആണ്, എന്താണ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനും ഒരേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും. ഓക്കെ, അതായത് തന്റെ പേഷ്യൻസ് ഇപ്പൊ റിലേറ്റീവ്സിനാണെങ്കിലും എന്താണ് ചോദിക്കും അല്ലെ, പ്രായമുള്ള അമ്മ അച്ഛനാണെങ്കിൽ എന്താണ് അച്ഛന്റെ എന്താണ് കണ്ടീഷൻ, കണ്ടീഷൻ എങ്ങനെയാണ്, ഏത് മെഡിക്കൽ പ്രൊസീജിയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ, എന്താണ് വ്യക്തമായിട്ടുള്ള പ്രോബ്ലം എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു അവകാശമുണ്ട് അല്ലെ. ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചിട്ടും ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്താണ് എന്നതുമായി അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനും അതേപോലെ തന്നെ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനും. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? യെസ്, മനസ്സിലായെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. സെക്കൻഡ് വൺ, a documented procedure for obtaining patients or their families informed concern exists to enable them to make an informed decision about their care. This process is an important patient right and needs to be practiced with utmost diligence and transparency. വലിയ സെന്റൻസ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ആണ് കേട്ടോ ഇൻഫർമേഷനിലെ. ഇതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ട് a documented procedure for obtaining patients and or their family informed concern
exists to enable them to make an informed decision about their care. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? അതായത് രോഗിയുടെയും അവരുടെയും കുടുംബത്തിന്റെയും സമ്മതം നേടുന്നതിനുള്ള ഒരു രേഖാമൂലമുള്ള ഒരു നടപടിക്രമമുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു സർജറി ആണെങ്കിലും അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ സർജറിക്കാണല്ലേ അത് ചെയ്യാറുള്ളത്. അത് കൺസേൺ വാങ്ങുന്നത് എപ്പോഴാണ്? കൺസേൺ വാങ്ങുന്നത് എപ്പോഴാണ്? ഇൻ കേസ് ഇപ്പോ നമ്മളിപ്പോ സിസേറിയനൊക്കെ എടുക്കുന്ന സമയത്ത്, ഇപ്പോ ലേബർ നോർമൽ ഡെലിവറി നടക്കാത്ത സമയത്ത് സിസേറിയൻ എടുക്കുന്ന സമയത്ത് അപ്പോഴും എന്താണ് നമ്മൾ ഈ കൺസേൺ ഒപ്പിടേണ്ടതായിട്ട് വരുന്നത് സർജറി സമയത്ത് അല്ലെ. ഓക്കെ, അപ്പൊ അതെന്താണ്? അത് രേഖാമൂലമുള്ള ഒരു നടപടിക്രമമാണ് അല്ലെ. പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ റിട്ടേൺ ഫോം അതിൽ അവർക്ക് സമ്മതമാണ് എന്നുള്ള ഒരു പ്രൊസീജിയർ ആണ് ആ രേഖാമൂലമുള്ള നടപടിക്രമത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ ആ കൺസേൺ ലെറ്ററിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പെർമിഷൻ കൊടുക്കണം അല്ലെ. അതായത് സർജറി ചെയ്തോളൂ എന്ന് ഫാമിലി മെമ്പേഴ്സ് പെർമിഷൻ കൊടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ ആ ലെറ്ററിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് കണ്ടീഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഈ സർജറി ഇവിടെ ചെയ്യുന്നത് അല്ലെ, ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അവിടെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ സൈൻ ചെയ്യാതെ നിവർത്തിയില്ല അല്ലെ. നമ്മളെ മാക്സിമം രക്ഷപ്പെടട്ടെ എന്ന് നോക്കായിരിക്കും ഇത് കൺസേൺ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലെല്ലാ കണ്ടീഷൻസ് ഞാൻ അങ്ങനെയുള്ള ഒരു സംഭവം വായിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ഒരു കസിന്റെ കാല് മുറിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതായത് ആൾക്ക് ചെറിയൊരു മുറിവ് ഉണ്ടായുള്ളൂ കാലില്. പക്ഷെ വീട്ടിൽ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ഹസ്ബൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആള് ജോലിക്ക് വന്ന സമയത്ത് കാല് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വയ്യാന്ന് പറഞ്ഞവിടെ കിടന്നു. ഹോസ്പിറ്റലിൽ പോയാൽ വിളിച്ചാൽ വരില്ല. ആളങ്ങനെ കിടന്ന് കാല് നന്നായിട്ട് പഴുതി പൊട്ടി. എന്നിട്ട് നമ്മുടെ കാലിന്റെ പാദം പൊട്ടിയതിനു ശേഷം അപ്പോഴും ഈ പുള്ളിയെ ഹസ്ബൻഡിനെ കാണിക്കാണ്ട് കവറൊക്കെ വെച്ച് കെട്ടി സ്വയം തന്നെ ക്ലീൻ ചെയ്തൊക്കെ ചെയ്ത് കാലിൽ ചെറിയ വേദന ഉള്ള ആൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്ത് പക്ഷെ എന്നിട്ടും മാറില്ല. ഒരു മാസത്തോളം അതേ സിറ്റുവേഷനിൽ തുടർന്ന് ലാസ്റ്റ് ഇൻഫെക്റ്റഡ് ആയി. പക്ഷെ കാലിന് കംപ്ലീറ്റ് മാംസങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആള് ബോഡി മൊത്തത്തിൽ വീക്ക് ആവുന്നു, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തതായി. അങ്ങനെ ആളെ എന്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞത് കാല് മുറിച്ച് കളയണമെന്നാണ് പറഞ്ഞത്. കാരണം കംപ്ലീറ്റ് ഇൻഫെക്ഷൻ ബോഡിയിലേക്ക് കംപ്ലീറ്റ് ആയി. ആ ഒരു ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സാധിക്കുമെന്ന്. ഫുട്ട് മുറിക്കാൻ പറ്റില്ല. നമ്മള് തൊടയുടെ ഭാഗത്തിന് കുറച്ചും കൂടി നീക്കിയിട്ടായിരിക്കും കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലെറ്ററില് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് മുറിക്കുന്നതിന് കാരണം എന്താണ്, മുറിച്ചാലുള്ള ആഫ്റ്റർ എഫക്ട്സ്. അതിൽ 50% പോലും ചാൻസ് ഇല്ല പേഷ്യന്റ് രക്ഷപ്പെടാനായിട്ട്. വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുറിച്ചാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു 50% ചാൻസ് ഉണ്ട് ചിലപ്പോൾ പേഷ്യന്റ് രക്ഷപ്പെടാം. ഒരു മിറാക്കിളാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും സിറ്റുവേഷനിൽ. പക്ഷെ നമുക്കത് സൈൻ ചെയ്ത് വന്നു. കാല് മുറിച്ചു. പക്ഷെ കാല് മുറിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആള് മരിച്ചുപോയി. സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ലെറ്റർ വായിച്ചത് നന്നായിട്ട് ഓർക്കുന്നുണ്ട്. നമുക്കത് വായിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാം. ലെറ്റർ വായിക്കുമ്പോൾ അതിലുണ്ടാകുന്ന കാര്യങ്ങൾ ഡോക്ടർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, ആ ഒരു കൺസേൺ ലെറ്റർ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ രോഗിയുടെ അവസ്ഥയെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മള് നിർബന്ധമായിട്ട് സർജറി എന്തായാലും ചെയ്യേണ്ടി വരും അല്ലെ. കാരണം എത്രത്തോളം രക്ഷപ്പെടുത്താനേ നമ്മൾ നോക്കുള്ളൂ. യെസ്, അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. വീട്ടിൽ വയ്ക്കുന്നവർ ചിലവര് അസുഖം വന്ന മരുന്ന് വാങ്ങിക്കില്ല അല്ലെ. മരുന്ന് വാങ്ങിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയതല്ല. അതേപോലത്തെ ഒരു അവസ്ഥ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞപ്പോ ആ ഒരു എക്സാമ്പിളിലേക്ക് പറഞ്ഞത് റിയൽ ലൈഫിൽ നടന്നൊരു കാര്യമാണ് പറഞ്ഞതാണ്. അപ്പൊ ഈ കൺസേൺ, ഈ നടപടിക്രമം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. എന്താണ് പ്രസന്റ് കണ്ടീഷൻ, അപ്പൊ ഇനി എന്ത് പ്രൊസീജിയേഴ്സ്, ഇനി അടുത്ത ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്നിവ കൃത്യമായിട്ട് തീരുമാനിക്കാം. ഇനി അവിടെ തന്നെ നമുക്ക് ചികിത്സ തുടരണോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ആ കൺസേൺ ലെറ്ററിൽ നമുക്ക് മനസ്സിലാവും. ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ ഉണ്ടായിരിക്കും. അപ്പൊ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിന് അങ്ങനെ ഒരു റൈറ്റ്സ് ഉണ്ട്. എന്താണ്? രോഗിയുടെയും അവരുടെ കുടുംബത്തിന്റെയും സമ്മതം നേടുന്നതിനുള്ള ഒരു നടപടിക്രമം എവിടെയുണ്ട്? ഹോസ്പിറ്റലിലുണ്ട്. അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്തുള്ളൂ, സർജറീസ് നടത്തുള്ളൂ അല്ലെ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ചിലപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവരുടെ സമ്മതമില്ലാതെ സർജറി ചെയ്യില്ല. ഓക്കെ,
Yes, this process is an important patient rights and needs to be practiced with utmost diligence and transparency. ഈ ഒരു അവകാശം എന്ന് പറയുന്നത് അതായത് സമ്മതപൂർവ്വമായിട്ട് പേഷ്യൻസിന്റെ സർജറിക്ക് അനുവദിക്കാനുള്ള ഒരു പ്രൊസീജിയറിന്റെ അവകാശം ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ്സ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതെങ്ങനെയുള്ളതായിരിക്കണം? with utmost diligence and transparency. എന്താണ് utmost diligence and transparency എന്ന് പറയുന്നത്? അത് ഏറ്റവും സുതാര്യവും ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട രീതി. അത് diligence എന്ന് പറയുന്നത് എന്താണ്? ജാഗ്രത അല്ലെങ്കിൽ ശ്രദ്ധ എന്നൊരു മീനിങ്. ഏറ്റവും കൂടുതൽ സുതാര്യവും ജാഗ്രതയും കൊടുക്കേണ്ട ഒരു റൈറ്റ്സ് ആണെന്ത്? പേഷ്യൻസിന്റെ ഡോക്യുമെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച്, കൺസേൺ ആയിട്ടുള്ള ഫോമിനെ കുറിച്ചിട്ടുള്ള നടപടിക്രമത്തിനെ കുറിച്ചിട്ടുള്ള അവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ള രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കേട്ടോ, മനസ്സിലായോ അത്? വളരെ yes. Then third one, patients have to be educated on risk, benefits, expected treatment, outcomes, and possible complications to enable them to make informed decision and involve planning and delivery process. Patients have to be educated on risk, benefits, and expected treatment. Patients in the പ്രത്യേക റൈറ്റ്സിൽ ഉൾപ്പെടുന്ന മറ്റൊന്നാണ് എന്ത്? തന്റെ അസുഖത്തിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ് അല്ലെ? മെഡിക്കൽ കണ്ടീഷൻ, പ്രസന്റ് കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർജറി ചെയ്തതിന് ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ എക്സ്പെക്ട് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് സർജറി ചെയ്യുന്നതോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട്, ഇൻഫർമേഷൻ ലഭിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. അതായത് രോഗിയുടെ അപകട സാധ്യത വിലയിരുത്താനും അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സർജറി കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ അവബോധം അല്ലെ. ഇപ്പൊ എന്ത് സർജറി ആണെങ്കിലും പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് എന്തായാലും ക്ലിയർ ആയിട്ടത് പറയും, വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുക്കുക. അത് ചോദിച്ചറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ റിസ്ക് ഉണ്ട്, അപകട സാധ്യത വിലയിരുത്തിക്കൊണ്ടായിരിക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്? സർജറി ഏതാണെങ്കിലും അത് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ച് ഇനി വരാനുള്ള അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വരെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡോക്ടർ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിന് ഉണ്ടായിരുന്നതാണ്. ഓക്കെ, patients have to be educated on risk, benefits, expected treatment outcomes, and possible complications to enable them to make informed decisions. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും, ഡോക്ടർ പറയുന്ന എക്സ്പ്ലനേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും രോഗി അവിടെ തീരുമാനം എടുക്കുന്നത്. രോഗിയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ എന്താണ് അവിടെ തീരുമാനം എടുക്കുന്നത് അല്ലെ. അതായത് ഈ റിസ്ക് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതായത് സർജറി നിർബന്ധമാണോ, അല്ലെങ്കിൽ മാക്സിമം മെഡിസിൻ കൊണ്ട് കുറച്ചു നാളും കൂടി നോക്കിയിട്ടാ മതിയോ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർജറി എന്ന് നമ്മൾ അവിടെ തീരുമാനിക്കും. അല്ലാത്ത പക്ഷം വളരെ കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ മാത്രമാണ് അവിടെ തീരുമാനിക്കുന്നത് എന്ത്? സർജറി വേണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ടുള്ളൊരു അവകാശവും കൂടി ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. മനസ്സിലായോ? യെസ്. Yes, then ഒരു പോയിന്റ് പറയാം. Patients have the right to request information on the names, dosage, and adverse effects of the medication that they are treated with. ഇനി അവരുടെ അടുത്ത റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? Patients have the rights to request information on the names, dosages, and adverse effect of the medication. താൻ കഴിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്, ഏത് തരം ഡോസേജസ് ആണ്, എങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ആണ് അതിനുണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാനായിട്ട് ആർക്ക് അവകാശമുണ്ട്? പേഷ്യൻസിന് റൈറ്റ്സ് ഉണ്ട് അല്ലെ. താൻ കഴിക്കുന്ന മരുന്നിന്റെ പേര്, വ്യക്തമായിട്ട് മരുന്നിന്റെ പേര്, അതിന്റെ ഡോസേജ് എത്രത്തോളം ഉണ്ട് അല്ലെ. ഡോസേജ് അറിയുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? കഴിച്ചാലുള്ള ആഫ്റ്റർ എഫക്ട്സ് അല്ലെ. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് ചില സഡേഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലര് ഒരു ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കൊണ്ട് തന്നെ എന്താണ് നമുക്ക് കഴിക്കുന്ന മരുന്നുകൾ ഏതാണ്, അതിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. ഓക്കെ, മനസ്സിലായോ?
Yes. Then next point, patients on their or their other authorized individuals have the right to request access and receive a copy of their clinical records. The next rights എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ് ഓഫ് ദർ ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ്. പേഷ്യൻസിന് അല്ലെങ്കിൽ അവർ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആരാണോ അവർക്ക് എന്തുണ്ട്, എന്തിനുള്ള റിക്വസ്റ്റ് ചെയ്യാനുള്ള അവകാശം എന്താണ്? ക്ലിനിക്കൽ റെക്കോർഡ്സിന്റെ കോപ്പീസ് റിസീവ് ചെയ്യാനായിട്ട് അല്ലെ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ക്ലിനിക്കൽ റെക്കോർഡ്സിന്റെ കോപ്പീസ് നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. അതായത് ആവശ്യപ്പെടുകയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതിന്റെ ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ പേഷ്യൻസിന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസിന് തരാനുള്ള അവകാശം ഹോസ്പിറ്റലിൽ ഉണ്ട്. അത് വാങ്ങിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട് കേട്ടോ. അതായത് പേഷ്യൻസിനോ അവരുടെ അംഗീകൃത വ്യക്തിക്കോ, അംഗീകൃത വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസിന്റെ ഫാമിലി ആയിരിക്കാം, ഓക്കെ, അവർക്കും എന്തുണ്ട്, അതായത് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ക്ലിനിക്കൽ റെക്കോർഡ്സിന്റെ കോപ്പീസ് നമുക്ക് സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള അവകാശം നമുക്ക് പ്രധാന റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. പേഷ്യൻസിന്റെ പ്രധാന റൈറ്റ്സിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ സ്വീകരിക്കുക, ഇതിന്റെ കോപ്പീസ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, then patient have the right to complete information on the expected cost of treatment. The information should be presented and items to structure of the various expense and the charges. In the next right say that a patient has the right to complete information on the expected cost treatment. Patients in the treatment in a question, treatment plan in a question, അതായത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് കവറേജസ് ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ESI വരുന്ന ട്രീറ്റ്മെന്റ്സ് ക്ലെയിം, ഇതുമായി ബന്ധപ്പെട്ട് ഇനി കോസ്റ്റ് എത്രത്തോളം എക്സ്പെൻസ് വരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹോസ്പിറ്റലിനുള്ള ഇൻഫർമേഷൻസ് ചോദിച്ചറിയാനുള്ള ഒരു അവകാശവും പേഷ്യന്റ് റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ദെൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ടാവും, കൂടിയ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾക്ക് സാമ്പത്തിക നില എത്രത്തോളം, എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനായിട്ടും സാധിക്കും. അപ്പൊ അത് ചോദിച്ചറിയാനുള്ള റൈറ്റ്സ് പേഷ്യൻസിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, the patient have the right to information on hospital rules and regulations. പേഷ്യൻസിന് ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് അറിയാനുള്ള അവകാശവും അവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഇൻഫർമേഷൻ ഓൺ ഓർഗൻ ഡൊണേഷൻ, അവയവദാനത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് അത് ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്. ഇൻഫർമേഷൻ ഓൺ ഓർഗൻ ഡൊണേഷൻ. ഓക്കെ, ചില പേഷ്യൻസ് നമ്മൾ ചിലവർ ചോദിക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കുക, ഞാൻ മരിക്കുമ്പോൾ എന്താണ് എന്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാന്നുള്ള ഫോം ഒക്കെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മരണത്തിന് ശേഷം എന്താണ് അവരെ ഹോസ്പിറ്റലുകാർ എന്ന് തന്നെ അത് വന്ന് ഡൊണേറ്റ് ചെയ്ത് പോവാറുണ്ട്. ഓക്കെ, യെസ്. അതുകൂടി പറയാം, നമുക്ക് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലിയർ ലാംഗ്വേജിലായിരിക്കണം, അവർക്ക് വ്യക്തമായിട്ട് എഫക്റ്റീവായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഇത് ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ, വെർബലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടീസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലക്കാർഡ്സിൽ വെക്കുന്നതാണെങ്കിലും എന്താണ് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഇൻസ്ട്രക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്. പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനും എന്താണ് അവരുടെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച്, ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച്, മെഡിക്കൽ പ്രോബ്ലത്തിനെ കുറിച്ച്, പ്രിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടൊക്കെ അറിയാനുള്ള അവകാശമാണ്. അതേപോലെ തന്നെ എന്താണ് ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ ഫോർ ഒബ്റ്റെയിനിങ് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലി, അതായത് പേഷ്യൻസിന്റെ രോഗാവസ്ഥയെ കുറിച്ചിട്ട് പേഷ്യൻസിനും അതേപോലെ തന്നെ എന്താണ് അവരുടെ കുടുംബത്തിനും ഒരേപോലെ തന്നെ സമ്മതം നേടുന്നതിനുള്ള ഒരു നടപടിക്രമം ഹോസ്പിറ്റലിലുണ്ട്. കൺസേൺ കൊടുക്കുന്നതിന് സർജറി ആവശ്യമെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സമ്മതം കൂടാതെ എന്താണ് ആ സർജറി അവിടെ നടത്തുന്നില്ല. അത്തരത്തിലുള്ള നടപടിക്രമത്തിനുള്ള ഒരു അവകാശം ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവകാശങ്ങളിലാണ് നമ്മൾ അത് ഉൾപ്പെടുന്നത്. അത് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഡെലിജൻസ് ആൻഡ് ട്രാൻസ്പെറൻസി ആയിരിക്കണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി സുതാര്യമായിട്ട് കൊടുക്കേണ്ട ഒരു അവകാശമാണ് എന്ത് പേഷ്യൻസിന്റെ കൺസേൺ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, പേഷ്യൻസിന് തന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, തന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഈ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നതിനും ഇനി അവിടെ ചികിത്സ തുടരണോ അല്ലെങ്കിൽ ഒരു തന്റെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ചോദിച്ചറിയാനുള്ള ഇൻഫർമേഷൻസ് ചോദിച്ചറിയാനുള്ള അവകാശവും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ്
താൻ കഴിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ തന്നെ മരുന്നുകളുടെ പേര്, അതിന്റെ ഡോസേജ് എത്രയാണെന്നാണ്, എത്രത്തോളം ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയേണ്ട അവകാശമുണ്ട്. പിന്നെ എന്താണ്, ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ സ്വീകരിക്കാനായിട്ട് പേഷ്യൻസിന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസിനോ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ കോപ്പിയുടെ ഡാറ്റാസ് സ്വീകരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് എക്സ്പെക്ടഡ് കോസ്റ്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് അവർ എത്രത്തോളം ട്രീറ്റ്മെന്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട്, ഇൻഷുറൻസ് കവറേജസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ESIനെ കുറിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിന് എക്സ്പെൻസിനെ കുറിച്ചിട്ട് ചോദിച്ചറിയാനുള്ള റൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയുള്ള റൈറ്റ്സ്, ഇൻഫർമേഷൻ ഓൺ ഓർഗൻ ഡൊണേഷൻ, ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള അവകാശവും പേഷ്യൻസിന്റെ എന്ത് റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്, ഇൻഫർമേഷൻ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്ന് വായിച്ചു നോക്കിയില്ലെങ്കിൽ സംശയമൊക്കെ ചോദിക്കും കേട്ടോ. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? Preference and right to redress നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി കേട്ടോ, താങ്ക് യു.